ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ചാപ്റ്ററിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. 26ാമത്തെ പേജിലെ എക്സസൈസ്, അതിലെ ആക്ടിവിറ്റീസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള വീഡിയോയിൽ അതിന് മുമ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. ഫൈൻഡ് ദ സം ഓഫ് ദ പെയേഴ്സ് ഓഫ് ടേംസ് ഗിവൺ ബിലോ. തേർഡ് ആൻഡ് ഫിഫ്ത്ത്, സെക്കൻഡ് ആൻഡ് സിക്സ്ത്, ഫസ്റ്റ് ആൻഡ് സെവൻത്ത്. ഇവിടെ തന്നിരിക്കുന്നത് ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. ഫോർത്ത് ടേം 8 ആണെന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് തേർഡ് ആൻഡ് ഫിഫ്ത്ത്. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പരിഗണിക്കുന്ന ആ സീക്വൻസിലെ ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും സം എടുത്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. ഇനി എത്ര ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്, ആ മിഡിൽ ടേമിനെ നമ്മൾ അതിൻ്റെ എണ്ണം കൊണ്ട്, നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പം മിഡിൽ ടേം ഇൻറ്റു എണ്ണമാണ് സം എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ നമ്മൾ പരിഗണിക്കുന്നതിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂട്ടി അതിൻ്റെ പകുതിയായിരിക്കും മിഡിൽ ടേം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ മിഡിൽ ടേം കാണേണ്ട കാര്യമില്ല, കാരണം ഇവിടെ നമുക്ക് മിഡിൽ ടേം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത് തേർഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും സമ്മാണ്. തേർഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും മിഡിൽ ടേം എന്ന് പറയുന്നത് ഫോർത്ത് ടേം ആയിരിക്കും. ഇവിടെ ഫോർത്ത് ടേം ഈ സീക്വൻസ് നമുക്ക് തന്നിട്ടില്ല, പകരം ഫോർത്ത് ടേം ഇവിടെ 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സം ഓഫ് തേർഡ് ആൻഡ് ഫിഫ്ത്ത് ടേം അത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പ വഴി, ഇവിടെ 2 എണ്ണമുള്ളൂ. ഈ 2 എണ്ണത്തിൻ്റെ അപ്പം നമ്പർ 2 ഇൻറ്റു ഇതിൻ്റെ മിഡിൽ ടേം ഫോർത്ത് ടേമാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 2 ഇൻറ്റു നമുക്ക് ഫോർത്ത് ടേം 8 തന്നിട്ടുണ്ട്. 2 ഇൻറ്റു 8 ഈക്വൽ ടു 16 എന്ന് കിട്ടും. മധ്യപദം മിഡിൽ ടേം ഇൻറ്റു എണ്ണമാണ് സം. ഇവിടെ മിഡിൽ ടേം മധ്യപദം എന്ന് പറയുന്നത് ഫോർത്ത് ടേമാണ്, 3ൻ്റെയും 5ൻ്റെയും. അത് 8 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണം തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം 3 ടേം അല്ല, തേർഡിൻ്റെയും 3ാമത്തെ പദത്തിൻ്റെയും 5ാമത്തെ പദത്തിൻ്റെയും മാത്രം മതി. അപ്പോൾ 4ാമത്തെ പദം ഉൾപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 ഇൻറ്റു നിർത്തേക്കുന്നത്. 2 ഇൻറ്റു 4ാമത്തെ പദമാണ്. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 8 16 എന്ന് ആൻസർ കിട്ടി. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ആൻഡ് സിക്സ്ത് ടേം, സം ഓഫ് സെക്കൻഡ് ടേം, സിക്സ്ത് ടേം. അവിടെയും ഈക്വൽ ടു അത് 2 ഇൻറ്റു രണ്ടാമത്തേൻ്റെയും 6ാമത്തേൻ്റെയും മിഡിൽ ടൈം എന്ന് പറയുന്നത് 2, 3, 4, 5, 6. രണ്ടാമത്തെ ടൈം, 3ാമത്തെ ടൈം, 4ാമത്തെ ടൈം, 5ാമത്തെ ടൈം, 6ാമത്തെ ടൈം. അപ്പോൾ ഇവിടെ ഇത് പോയിട്ട് ഇതിൻ്റെ മിഡിൽ ടൈം ഫോർത്ത് ടൈം ആയിരിക്കും. അപ്പോൾ 2 ഇൻറ്റു ഫോർത്ത് ടൈം ഈക്വൽ ടു 2 ഇൻറ്റു 8, 16 തന്നെയായിരിക്കും ഇവിടെ ആൻസർ. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ തേർഡ്, ഫസ്റ്റ് ടേം പ്ലസ് സെവൻത്ത് ടേം, ഈക്വൽ ടു. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേമിൽ 1, 2, 3, 4, 5, 6, 7. ഈ ഫസ്റ്റ് ടേമിൻ്റെയും സെവൻത്ത് ടേമിൻ്റെയും മിഡിൽ ടേം എന്ന് പറയുന്നത് ഫോർത്ത് ടേം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് സെവൻത്ത് ടേം അതിൻ്റെ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 ടേം തന്നെയുള്ളൂ, ഇടയ്ക്കുള്ള ടൈം നമ്മൾ കണക്കൂട്ടുന്നില്ല. ഫസ്റ്റ് ടൈമിൻ്റെയും സെവൻത്ത് ടൈമിൻ്റെയും മാത്രമാണ്. അപ്പോൾ 2 ഇൻറ്റു 2 ടൈമേ ഉള്ളൂ, 2 ഇൻറ്റു മിഡിൽ ടൈം ഉള്ളത് ഫോർത്ത് ടൈമാണ്, ഈക്വൽ ടു 2 ഇൻറ്റു 8 ഈക്വൽ ടു 16 ആണ് ഇവിടുത്തെ സം. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടൈംസ്? സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടൈംസ്. അപ്പോൾ തേർഡ് ടൈമിൻ്റെയും ഫിഫ്ത്ത് ടൈമിൻ്റെയും മിഡിൽ ടൈം ഫോർത്ത് ടൈം തന്നെയാണ്. ഇവിടെ ആ ഫോർത്ത് ടൈമും കൂടെ ഉൾപ്പെടെയാണ്. അപ്പോൾ ആകെ 3 ടൈം ഉണ്ട്. ഇവിടെ നമുക്ക് സം ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മിഡിൽ ടൈം ഫോർത്ത് ടൈമാണ്, ഈക്വൽ ടു 3 ഇൻറ്റു 8 ഈക്വൽ ടു 24 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇതിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ,
what is the sum of the 5 terms from second to sixth? What is the sum of the 5 terms from second to sixth? രണ്ടാമത്തെ പദം മുതൽ ആറാമത്തെ പദം വരെയുള്ള 5 ടേമിൻ്റെ സം കണ്ടുപിടിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ടേം മുതൽ രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, നാലാമത്തെ ടേം, അഞ്ചാമത്തെ ടേം, ആറാമത്തെ ടേം, 1 2 3 4 5 ടേം. അപ്പോൾ 2 മുതൽ 6 വരെയുള്ള 5 ടേമുകളുടെ മൊത്തം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കേണ്ടത് ഇവിടുന്ന് 2 ടേം, ഇവിടെ 2 ടേം മാറി നമുക്ക് കിട്ടുന്ന മിഡിൽ ടേം എന്ന് പറയുന്നത് ഇവിടെയും നാലാമത്തെ ടേം. അപ്പോൾ സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം പ്ലസ് സിക്സ്ത് ടേം ഈക്വൽ ടു 5 ടേം ഉണ്ട്. ഇവിടെയും കഴിഞ്ഞ കണക്കിലെ പോലെ തന്നെ മിഡിൽ ടേം ഫോർത്ത് ടേം ആണ്. അപ്പോൾ എണ്ണം 5 ആണ്. 5 ഇൻറ്റു ഫോർത്ത് ടേം ഈക്വൽ ടു 5 ഇൻറ്റു 8 ഈക്വൽ ടു 40. 40 നമുക്ക് സം കിട്ടുന്നത്. ഇതിലെ ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് 7 ടൈംസ് ഫ്രം ഫസ്റ്റ് ടു ദ സെവൻത്ത്? ഒന്നാമത്തെ ടൈം മുതൽ 7ാമത്തെ ടൈം വരെയുള്ള 7 പദങ്ങളുടെ തുക കാണാം. 1 2 3 4 5 6 7. ഇവിടെയും മിഡിൽ ടേം ഫോർത്ത് ടേം തന്നെയാണ്. അപ്പോൾ സം കാണാൻ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം പ്ലസ് സിക്സ്ത് ടേം പ്ലസ് സെവൻത്ത് ടേം ഈക്വൽ ടു ഇവിടെ 7 ടേമാണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 7 ആണ്. അപ്പോൾ 7 ഇൻറ്റു ഇതിൻ്റെ മിഡിൽ ടേം ഫോർത്ത് ടേമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 7 ഇൻറ്റു ഫോർത്ത് ടേം ഈക്വൽ ടു 7 ഇൻറ്റു 8. ഇതിൻ്റെ സം 56. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 2 ആൻഡ് ദ സം ഓഫ് ദ 9th 10th ആൻഡ് 11th ടേം ഈസ് 90. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് 2 ആണ്. അതുപോലെ തന്നെ 9 10 11 ടേമുകളുടെ സം 90 ആണ്. ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള കാര്യം കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 2 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് 9th 10th ആൻഡ് 11th ടേം അതിൻ്റെ സമ്മാണ്. 9th ടേം പ്ലസ് 10th ടേം പ്ലസ് 11th ടേം അത് ഈക്വൽ ടു 90 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം ഈ 10th ടേം ആണ്. അപ്പോൾ 1 2 3 ടേം ഉണ്ട്. അതായത് 3 ഇൻറ്റു 10th ടേം ആയിരിക്കും ഇതിൻ്റെ സം. അത് ഈക്വൽ ടു നമുക്ക് 90 ആണ്. അതായത് 9th ടേമും 10th ടേമും 11th ടേം ഇതിൻ്റെ മിഡിൽ ടേം 10th ടേമാണ്. 3 ടേമാണ് ഉള്ളത്. അപ്പോൾ മിഡിൽ ടേമിനെ അതായത് 10th ടേമിനെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആയിരിക്കും നമുക്ക് സം കിട്ടുക. ആ സം 90 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 10th ടേം ഈസ് ഈക്വൽ ടു 90 ആണ്. അപ്പോൾ 10th ടേം ഈക്വൽ ടു ഈ 3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 90/3 ഈക്വൽ ടു നമുക്ക് 30 എന്ന് കിട്ടും. 10th ടേം നമുക്ക് 30 കിട്ടി. ഇവിടെ 10ാമത്തെ പദം 30 ആണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി ഈ ഫസ്റ്റ് ടേമിനോട് കൂടി 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് 10ാമത്തെ ടേം കിട്ടുക. ഫസ്റ്റ് അത് എഴുതും നമ്മൾ. ഫസ്റ്റ് ടേം പ്ലസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഞാൻ ഡി എന്ന് എഴുതുന്നു. 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് അതാണ് നമുക്ക് 30 കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടേം പ്ലസ് 9 ഇൻറ്റു 2 18 ഈക്വൽ ടു 30 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം ഈക്വൽ ടു ഈ 30 മൈനസ് 18 ആയിരിക്കും. ഈ 18 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഈക്വൽ ടു 12 എന്ന് നമുക്ക് കിട്ടി. അതായത് 10ാമത്തെ ടേം 30 നമ്മൾ കണ്ടുപിടിച്ചു.
ഒന്നാമത്തെ ടേമിന് കൂടി 9 പ്രാവശ്യം ഡി കൂട്ടിയാലാണ്, അതായത് 9 ഇൻറ്റു ഡി, അതാണ് 10ാമത്തെ ടൈം. അത് ഈക്വൽ ടു 30. തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഡി നമുക്ക് തന്നിട്ടുണ്ട് 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 9 ഇൻറ്റു 2 18. ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 18 കൂട്ടിയാലാണ് 30 കിട്ടുക. അതുകൊണ്ട് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ഈ 18നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും, അതായത് കുറയ്ക്കുന്നു. 30ൽ നിന്ന് 18 കുറച്ചു, അപ്പോൾ നമുക്ക് 12 കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് എഴുതാം, കാരണം കോമൺ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമുക്കറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഈക്വൽ ടു 3 ടൈം എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് എത്ര ടൈം വേണമെങ്കിലും എഴുതാം. ആദ്യത്തെ ടൈം 12, കോമൺ ഡിഫറൻസ് കൂട്ടുക, 12 പ്ലസ് 2 14, വീണ്ടും 14 പ്ലസ് 2 16, എക്സെട്ര 16 18 20 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആദ്യത്തെ 3 ടൈം കാണാൻ പറഞ്ഞു, ആ 3 ടൈം നമ്മൾ എഴുതി.